അന്ന് ഫൈനലിസ്റ്റ് ആയി വന്ന 5 പേരില്ലേ, അവരൊക്കെ ആയിട്ടിപ്പോ എല്ലാവരുമായിട്ടും നല്ല ഇതുണ്ട്. കാരണം സൗഹൃദമുണ്ട്. കാരണം എപ്പോഴും പലപ്പോഴും പല ഷോസിലും ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഒരുമിച്ച് വരാറുണ്ട്. ഞാനും അഞ്ചു ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥായിട്ട് 1-2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരണം ഞങ്ങൾ ഒരേ ഇതായതുകൊണ്ട് ഒരേ ഇതും കാര്യങ്ങളാക്കി ആയതുകൊണ്ട് കൂടുതലും ഫീമെയിൽ സിംഗേഴ്സായിട്ടാണ് അവർ. പ്രീതി വാര്യർ പുള്ളിക്കാരിയായിട്ട് കുറേ ഷോസ് കുവൈറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വിദ്യാശങ്കറായിരുന്നു. വിദ്യാശങ്കറായിട്ട് കണ്ണൂർ ഒരു പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇടയ്ക്ക് കാണാറുണ്ട്, കൂടാണ്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ ശ്രീനാഥ് മ്യൂസിക് ഡയറക്ടറായി മാറി. അതെ. അഞ്ജു അവരുടെ ഓൺ ബാൻഡ് അങ്ങനത്തെ ബാൻഡാണ്. കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഈ വിദ്യാശങ്കറും പ്രീതിയും ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഈ മ്യൂസിക് ഇൻഡസ്ട്രി തന്നെ ഉണ്ട്. അവരെല്ലാം അവരുടെ ഓൺ ജേണീസിലുണ്ട്. ഓരോ ആയിട്ടുണ്ട്. വിദ്യാശങ്കർ വേറെ എന്തോ റേഡിയോ അങ്ങനെ എന്തുള്ള പുള്ളി ഓൾറെഡി ഒരു ബാങ്ക് മാനേജറും അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രീതിയും അതുപോലെ തന്നെ ബോംബെയിലാണ് പുള്ളിക്കാരൻ. റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ MBA ഒക്കെ കഴിഞ്ഞിട്ടല്ലേ അവരൊക്കെ ആ ഒരു ഹ്യൂമൻ വർക്കും പ്ലസ് ഇതുമായിട്ടാണ് അവരെ അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഫുൾ ടൈം ആയിട്ട് മ്യൂസിക്കായിട്ടാണ് നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീനാഥും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അവർ തന്നെ ഉണ്ട് എപ്പോഴും. ഈ ശ്രീനാഥ് മറ്റേ കുട്ടനാടൻ ബ്ലോഗിലൂടെയാണല്ലോ സംഗീത സംവിധായകനായത്. ആ സമയത്ത് വിളിക്കലും അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും എല്ലാവരും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പം അങ്ങനെ ഇതായിട്ടിരിക്കും. ഈ കവർ ഉണ്ടാക്കുന്ന പാട്ടിന് കവർ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയല്ലോ, അതിനെ എങ്ങനെയാ ഉൾപ്പെടുത്തിയത് ഷോകളിലൊക്കെ? കാരണം ഒരു വിമർശനം വന്നല്ലോ, അതായത് കവർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പാട്ടിനെ നശിപ്പിക്കേണ്ടെന്നൊരു വേർഷൻ വന്നു. എന്നാൽ കവർ സോങ് കൊണ്ട് ആളുകൾ തിരിച്ചു കേൾക്കാൻ പോയ ഒറിജിനൽ വേർഷൻസിന്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാ അതിനെ ഗാനമേളയിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഷോസിലേക്കൊക്കെ ഉൾപ്പെടുത്തിയത്? കവർ സോങ്സ് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ കവർ സോങ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി വെച്ചൊരു സോങ് ആണല്ലോ അത്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, എനിക്കിപ്പം ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പോൾ എന്നെ ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25, 24, 23 വയസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് എന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഷോസ് ഞാൻ കണ്ടിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മളെ അവർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ കയറി ഇനി പോസ്റ്റ് എങ്ങാനും കണ്ടാൽ അവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കി ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. എനിവേ അവർക്ക് ആ ഒരു പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ ആ പണ്ടത്തെ ഓർമ്മകൾ വരത്തുള്ളൂ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പഴയ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവിടെ. ജോൺസൺ മാഷും രവീന്ദ്ര മാഷും അതുപോലെ തന്നെ ബോംബെ രവി സാറ്, എല്ലാറ്റിലും ഉപരി നമ്മുടെ സ്വന്തം എന്താ പറയുക അർജുനൻ മാഷ്, എന്താ പറയുക ദേവരാജൻ മാഷ്, ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം ഇതിനെയൊക്കെ ഒന്ന് പൊടി തട്ടി പുതിയൊരു തലമുറയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് അതുപോലെ പാടി വെച്ചാൽ ചിലപ്പം വർക്കാവില്ല. അപ്പം ഇപ്പോഴത്തെ മ്യൂസിക്കിനനുസരിച്ച് ആ പാട്ടിനെ കൊല്ലാതെ, അങ്ങനെ തന്നെ പറയാണ്, ആ പാട്ടിനെ കൊല്ലാതെ എന്താണോ ചെയ്തു വെച്ചേക്ക് അതിന് കുറച്ചൊരു പൊടിപ്പും തൊങ്ങലൊക്കെ വരുത്തി അത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല മ്യൂസിക്കാണ്, നല്ല രാഗത്തിൽ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള നല്ല വരികളാണ്. അത് നല്ല രീതിയിൽ ഒരു പ്രസൻ്റലി ഒരു മ്യൂസിക്കിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും, നല്ല രസമുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനും അത് ചെയ്യാറുണ്ട്. ഒരിക്കലും പാട്ടിനെ കൊല്ലുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. നമ്മളതിനെ എപ്പോഴും എന്താണോ പാടി വെച്ചത് അത് തന്നെ പാടി കുറച്ച് ഫീലൊക്കെ കൊടുത്ത് താളത്തിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് നമ്മളത് ചെയ്യാറുണ്ട്. സ്വയം അങ്ങനെ കൊടുത്ത് ഏറ്റവും ഇഷ്ടം തോന്നിയ കവർ ഏതാ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, ഞാനൊരു കവറായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ പാടി വെച്ചത് അങ്ങനെ തന്നെ ഞാൻ പാടിയിട്ടുള്ളത്. അപ്പം എനിക്കിപ്പം രാവിൻ നിലാക്കായൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് കവർ വേർഷനായിട്ട്. രാവിൻ നിലാക്കായലോളം തുളുമ്പുന്നു നാണം മയങ്ങും പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു
പള്ളിത്തേരിൽ നിന്നെ കാണാൻ വന്നെത്തുന്നു വെള്ളിത്തിങ്കൾ രജനീഗീതങ്ങൾ പോലെ വീണ്ടും കേൾപ്പൂ സ്നേഹവീണാനാദം അഴകിൻ പൊന്തൂവലിൽ നീ കവിതയോ പ്രണയമോ രാവി. അത് ദാസേട്ടൻ പാടിയൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ മഴവില്ലിലെ നമ്മുടെ മോഹൻ സിത്താർ സാറിൻ്റെ പാട്ടാണ്. നല്ല വരികളും ആയിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടിയിടാറുണ്ട്. ആ പാട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിറങ്ങളെ അത് പാടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണേ കലൈമാനെ, അങ്ങനെ എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകൾ ഞാൻ അങ്ങനെ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ഇത് ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവിരയിൽ അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ കൂടുതൽ അതിലേക്കൊന്നും അങ്ങനെ ഇത് തന്നെ ഒരു ഇതാക്കാൻ വേണ്ടി കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഇതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് കുറേ പാട്ടിനോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യും, അങ്ങോട്ട് കയറ്റിവിടും. എല്ലാ കാര്യത്തിലും ഇച്ചിരി പുറകോട്ടാ ഈ ഒരു കാര്യത്തിലൊക്കെ. പക്ഷെ സ്വയം ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര സിമ്പിളും ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആകാനാകത്തില്ലല്ലോ ബ്രോ. അധികം കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നില്ലേ ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത്? ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ആ ദൈവം എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. ഇതുവരെ നമ്മൾ പോയിടത്തൊന്നും ദൈവം നമ്മളെ താഴെ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മുടെ ജീവിതവും നമ്മളുടെ പോക്കും ഇതുമെല്ലാം. കോവിഡ് വന്ന സമയത്ത് ഈ ഷോകളൊക്കെ കുറഞ്ഞ സമയത്ത് അല്ലാത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഈവൻ ഫിസിക്കലിയും മെൻ്റലി എല്ലാം നമ്മൾ ഒരുപാട് തകർത്തൊരു സംഭവമാണ്. കാരണം ഞാനൊരു 9 ദിവസം ഇത് വെച്ചിട്ട് മാസ്ക് അല്ല, ഐ മീൻ ഓക്സിജൻ വെച്ച് കടന്നാണ് ഈ റിനേ മെഡിസിറ്റിയിൽ എറണാകുളത്ത് 9 ദിവസം. എനിക്ക് എപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ശ്വാസം എവിടുന്നോ കിട്ടുന്ന ഏതോ ലോകത്തെ ശ്വാസം ഇരിപ്പുണ്ട്, അത് ഇച്ചിരി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരാളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതായത് അവിടെ ശ്വാസം ഇരിപ്പുണ്ട്, എനിക്ക് അവിടെ കൈ എത്തിച്ച് അവിടെ എത്തിയാൽ എനിക്ക് ആ ശ്വാസം കിട്ടും. അത്ര ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴും അതിൻ്റെ ബാത്റൂംസിലൊക്കെ ഞാൻ കയറി, കാരണം എൻ്റെ കൂടുതൽ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം ഇവർക്കിത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഈ ജനലുണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് വലിച്ച് പൊന്തിച്ചിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. കാരണം അവിടെ ആയിരിക്കും ഈ ശ്വാസം ഉണ്ടാകുക എന്നുള്ള ചിന്തയിലേ. ശ്വാസം എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷെ അത്രത്തോളം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 9 ദിവസം 10 ദിവസമായപ്പോഴത്തേക്ക് നമ്മളങ്ങ് റിക്കവറായി സെറ്റായി വന്നു. മരണത്തെ മുഖാമുഖം കണ്ടു. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി മുഖാമുഖം കണ്ടു. രണ്ടാമതൊരു ജന്മം. എനിക്ക് തോന്നുന്ന ഒരു 6 മാസം എടുത്തു ഞാൻ പാടാൻ വേണ്ടി തിരിച്ച് വരാൻ. ഞാൻ ഒരു ലൈൻ പാടിയിട്ട് കരഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-500 പാട്ട് സ്ഥിരം റെക്കോർഡിങ്സ് ഒരുപാടുണ്ടാവുന്നത്. ഒരു ലൈൻ പാടിയിട്ട് തിരിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ പാട്ട് പാടാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അതേ സ്ഥിതിയിൽ തന്നെയാണ്. അപ്പോൾ അവർക്കും ഒരു വിഷമം തോന്നിയിട്ട് പിന്നെ നമ്മളതെല്ലാം കട്ട് ചെയ്ത് ഓരോ ലൈൻ പാടി. നല്ലൊരു റെക്കോർഡിസ്റ്റിനുണ്ട്, അയാളത് കട്ട് ചെയ്ത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ലൈന് പാടി പുള്ളിക്ക് ഞാൻ പാടണമെന്ന് വലിയ നിർബന്ധവും. അങ്ങനെ പിന്നെ അതങ്ങ് പാടി തീർത്തന്നേ ഉള്ളൂ. കുറേ സമയമെടുത്തു കഠിനമായ പ്രാക്ടീസ്, കഠിനമായ വോക്കൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് ആ പഴയ
ഇതിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ വലിയൊരു സംഭവം നമുക്കങ്ങനെ എനിക്കിത് വന്നത് സെക്കൻഡ് വേവിലാണേ. അതെന്നാ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. ആളുകൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ല. എനിക്ക് വീട്ടിലെല്ലാവർക്കും വന്നു. അപ്പം ആർക്കും നമ്മളെ ഒന്ന് കാണാൻ പോലും ആർക്കും വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയത്. ഈ ഐഡിയശാസ്ത്രത്തിൽ കിട്ടിയ ഗപ്പ് എവിടെ ഇരിക്കുന്നു? ഗപ്പ് ഇപ്പം എല്ലാം എൻ്റെ നാട് കോഴിക്കോട്, ഈ പറഞ്ഞ കാവലുംപാറ, അവിടെയാണ് വീട്. അപ്പം വീട്ടിലിരിക്കുകയാണ് ഗപ്പുകളെല്ലാം. വീട്ടിലിപ്പം ഇടയ്ക്ക് അമ്മ അവിടെ ഉണ്ടാകാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങളവിടെ പോകാറുണ്ട്. അപ്പം ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ഇരിക്കട്ടെ. നാട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഈ വീട്ടിൽ പോയി ആ ഷോക്കേസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കാലഘട്ടം ഇങ്ങനെ ഷോറീൽ പോലെ പോകും. പിന്നെ ഒരു ഷോക്കേസ് കുറേ ഉണ്ട്, അത്യാവശ്യം റൗണ്ട് ചുറ്റി തന്നെ ഉണ്ട് അത്യാവശ്യം. കാരണം പല സ്ഥലത്തു നിന്ന് കിട്ടിയതും. ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ്സിൽ മുതൽ തുടങ്ങിയ പരിപാടി അത്. പാട്ട് അവളെ തൊട്ടാണ് തുടങ്ങിയത്. കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. ആദ്യത്തെ പാട്ടാണ് എൻ്റെ. കുഞ്ഞിക്കിളിയെ കൂടെവിടെ, കുഞ്ഞോമന നീ കൂടെവിടെ, നിന്റെ കൂട്ടിൽ നീ എൻ്റെ കൂട്ടിൽ നീ പോരാമോ, കുഞ്ഞിക്കിളി. ആ പാട്ട് പാടി ഒരു 4 ലൈൻ പാടി കഴിഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് ആ ടീച്ചർ എന്നെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവന്നു. മോനെ കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിൽ നമുക്ക് നന്നായി പാടാം. അവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം. അതിനുശേഷം പിന്നെ നമ്മൾ പാട്ടുകൾ, പിന്നെ ലളിതഗാനത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുത്ത്, അതിനുശേഷം പിന്നെ എറണാകുളത്ത് ഇവിടെ ഈ പാലാരിവട്ടത്ത് ഇവിടെ ഡോൺ ബോസ്കോ കൾച്ചർ സെൻ്റർ എന്ന് പറഞ്ഞൊരു, നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ അവർ ഈ കലാപരമായിട്ടുള്ള പാടാനും കൊട്ടാനും ഒക്കെ ഉള്ള എല്ലാവരും അവരെ വളർത്തിക്കൊണ്ട് വരുന്നൊരു സ്ഥാപനമാണ്. അവിടെ ആ ബോർഡിംഗ് സ്കൂളാണ്. അവിടെ വന്നിട്ട് നമ്മൾ ഒരു 5 വർഷം സംഗീതം പഠിച്ചു. അവിടെ നമ്മൾ കീബോർഡ്, തബല, ഡ്രംസ് ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പം അവിടെ നിന്ന് മ്യൂസിക് വോക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ നാട്ടിൽ പോയി. പിന്നെ സാധാ നോർമൽ +2 ഡിഗ്രി. ഈ സമയങ്ങളിലൊക്കെ +2-ലൊക്കെ സ്റ്റേറ്റിൽ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആയിരുന്നു. കാലിക്കറ്റ് ഇൻ്റർസോണിൽ ഞാൻ ലൈറ്റ് മ്യൂസിക്കിൽ വിന്നറായിരുന്നു. പിന്നെ ഈ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഉപജില്ല കലാപ്രതിഭയായിരുന്നു. അങ്ങനെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ പാട്ടും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിന് ശേഷമാണ് നമുക്കൊരു കുറേ ഒരു 20 ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു വേദി ഒരുക്കി കിട്ടിയത്. അത് പുറകെ കുറേ നടന്നു, പാട്ടുമായിട്ട് കുറേ നടന്നതിന് ശേഷം 27-ാം വയസ്സിലോ സ്റ്റാർ സിംഗർ തുടങ്ങുന്നത്? 27, ഞാൻ 26, 27 അതിൻ്റെ ഉള്ളിലാണ്. 27 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിൻ ചെയ്തു. ഇനി പാട്ടുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മ്യൂസിക്കിൽ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ പാടണം, ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യണം. അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. ഒരു സ്റ്റേഡിയം ഫുള്ളും നമ്മൾ കവർ ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അതൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. പിന്നെ വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും നമ്മൾ അതിന് മുന്നിലേക്ക് വരണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്, അധ്വാനമുണ്ട്. നമ്മൾ ആ ലെവലിൽ നമ്മൾ സെലിബ്രിറ്റി ആകണം. ആ ലെവലിലേക്ക് നമ്മൾ കയറി വരണം. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അതങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരുപാട് സെലിബ്രേറ്റ് ആവുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസും അതുപോലെ സിംഗേഴ്സ്, റാപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ വേടൻ, ഡാപ്സി, കുറെ പേര്. അതായത് ആർക്കും അങ്ങനെ ലഭിക്കാത്ത, അതായത് പിന്നണി ഗായകർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ സിനിമാ പാട്ടുകളിലൂടെ അല്ലാതെ സെലിബ്രേറ്റ് ആവുന്ന ആളുകൾ. ഇപ്പം നീരജ് മാധവ് റാപ്പർ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്നത് നടനായിട്ടും. അപ്പം അത് ഒരു പുതിയ സാധ്യതയായിട്ട് തോന്നുന്നു കേട്ടിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നേ. എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആർക്കും ഓരോരുത്തർക്കും ഈ കപ്പാസിറ്റി, ഓരോരുത്തരുടെ മ്യൂസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവർ മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ, പല രീതിയിലാണ് ഓരോരുത്തർ മനസ്സിലാക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന മ്യൂസിക് ആയിരിക്കത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന മ്യൂസിക് ആയിരിക്കത്തില്ല പുള്ളി ചിന്തിക്കുന്നത്.
ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളിലും മ്യൂസിക് പലതരത്തിലാണ് അവരെ സ്വാധീനിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ മോനൊക്കെ കൂടുതൽ ഇഷ്ടം ഈ പറയുന്നത് പോലെ എന്താണ് നേരത്തെ പറഞ്ഞില്ലേ ഫെജോയുടെ പാട്ടാണ് പുള്ളിക്കാരന് ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ ഇളയ മോന് ഈ പറഞ്ഞതുപോലെ വേടൻ്റെ പാട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് പലർക്കും പല ഇതാണ്. മക്കൾക്ക് അറിയോ ഇങ്ങനെ പണ്ടൊരു വലിയ റിയാലിറ്റി ഷോ താരമായിരുന്നു അച്ഛൻ, ഇപ്പൊ അവർക്ക് അങ്ങനെ അവർക്കറിയാം. കാരണം ഞാൻ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകുമ്പം ഇവർ കൂടുതൽ വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഇതും സാധനങ്ങളെല്ലാം ഇട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കറിയാം. പിന്നെ അവർ യൂട്യൂബിലൊക്കെ ഇരുന്ന് അവർ ഞാനില്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പം അതൊക്കെ അവർക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ ഇതാക്കുന്നത്, എനിക്കും ഇഷ്ടമാണ്, ഞാനും കേൾക്കാറുണ്ട്. എൻ്റെ പരിപാടിക്കും എൻ്റെ പ്രോഗ്രാമിനൊക്കെ ഞാൻ നമ്മുടെ ബാൻഡ് ഓഫ് തില്ലാന എൻ്റെ ബാൻഡ് നമ്മുടെ പരിപാടിക്ക് വരുമ്പോഴും നമ്മൾ ഒരു 3-4 പാട്ട് കഴിയുമ്പോൾ എടാ മറ്റേ സാധനം ഇട്, ഞാൻ പാടാറില്ല, മറ്റേ സാധനം കയറണം കേട്ടോ, കൂടത്തുള്ളൂ കയറിക്കോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പാട്ട് അത് വേണം, അത് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഷോയ്ക്ക് ഇതാകത്തുള്ളൂ. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കാന്നല്ലാതെ ഞാൻ പണ്ട് മറ്റേ ഇതാണ് മറ്റേ ചെമ്മാങ്കുടിയാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാലം എന്താണോ ഇപ്പോഴത്തെ എന്താണോ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന് മാത്രമാണ് എൻ്റെ ഇത്. പിന്നെ സംഗീതം നമുക്ക് ഉള്ളിലുണ്ടാകണം. ആര് പാടിയാലും അത് സംഗീതമായിരിക്കണം. അവരാരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നതൊക്കെ ഇതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 3ാം ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുക, എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് നാട്ടിൽ വന്ന് പിന്നെയും പഠിച്ച് അങ്ങനെ എൻ്റെ 26-27 വയസ്സിലാണ് നമ്മൾ സ്റ്റാർ സിംഗർ ആകുന്നത്. ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും, എന്നാലും അത് ചോദിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുക. ഐഡിയ സ്റ്റാർ സിംഗർ പാടി കിട്ടിയ ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റ് ജോബി എന്ത് ചെയ്തു? ഫ്ലാറ്റ് എനിക്ക് വീടായിരുന്നു കിട്ടിയത്. വില്ലയായിരുന്നു കിട്ടിയത്. അപ്പം ട്രിവാൻഡ്രത്തായിരുന്നു വില്ല കിട്ടിയത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടാൻ പോകാൻ എളുപ്പത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ എറണാകുളം നമ്മളങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ പിന്നെ ആ വില്ല അവിടെ കൊടുത്തിട്ട് നമ്മൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ഇവിടെ അങ്ങ് കൂടി സെറ്റിലായി 2013. ഇനി അത് പറയുകയാണ് ദയവ് ചെയ്തിട്ട് ജോബിക്ക് വീട് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ജോബിയുടെ അവസ്ഥ കണ്ടാൽ വളരെ മോശമാവും, പരിതാപകരമാണ്. ഒരുപാട് വീഡിയോകൾ കിടന്ന് കറങ്ങും. ജോബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലും നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വീട് കിട്ടിയില്ല എന്ന് അതൊക്കെ പറഞ്ഞാണ്. എനിക്ക് വീടൊക്കെ കിട്ടി, എനിക്ക് 2013 വീട് കിട്ടിയതാണ്. 2025 അതെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇനി ആ വീഡിയോ നിങ്ങൾ ഇനി പ്രചരിപ്പിക്കണ്ട, കാരണം ഓൾറെഡി വീടൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി പ്രചരിപ്പിക്കണ്ട. ഇനി പിന്നെ എന്താണോ ഇത്രയും നാൾ നിങ്ങളിത് പറയാത്തത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കിപ്പോഴാണ് അതിന് പറയാനുള്ള അവസരം കിട്ടിയത്. ഞാനിപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിന് വന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്പന അർദ്ധരാത്രി കുട പിടിച്ചതുപോലത്തെ ഒരു സംഭവമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഒരു ചാനലിൽ വന്നിട്ട് ഞാൻ തന്നെ ഇത് വിളമ്പുന്ന അത്ര ഒരു സുഖമല്ലോ തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്നേരം അത് പറയാഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് വീടൊക്കെ കിട്ടി. ഇനി ആരും വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഓർമ്മില്ല. ചിലർ സ്നേഹത്തോടെ ചോദിക്കും, അത് നമുക്ക് മനസ്സിലാകും. ചിലരിത് ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളെ കരിവാരി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇതെടുത്തിട്ട് അവസ്ഥ കണ്ട കുറേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു വല്ലാത്ത പിക്ചറൊക്കെ കൊടുത്തിട്ട് നമ്മളെ അങ്ങ് വല്ലാണ്ടാക്കി കളയും. അങ്ങനെയുള്ളവരോടാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നവർക്ക് ഇപ്പോഴും സ്വാഗതം. ഞാൻ എപ്പോഴും മറുപടി പറയാൻ, നിങ്ങൾ എപ്പോൾ വേണേലും വന്നോ, എപ്പോൾ ഒക്കെ ഞാൻ മറുപടി പറയാം.